യേശുവിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ അല്പനേരത്തെ ചിന്തയ്ക്കായി യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 5-ാം വാക്യം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 5-ാം വാക്യം. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ദൈവം യിരെമ്യാവിനെ തൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവായിരിക്കുന്നതിന് മുന്നേ ദൈവിക പദ്ധതിക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നതിനെ കുറിച്ചാണ്. അവിടെ നാം വായിക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായി കാണുവാൻ സാധിക്കുന്നത്, നീ അമ്മയുടെ ഉദരത്തിൽ ഉരുവായിരിക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ച് ജാതികൾക്ക് പ്രവാചകനാക്കി മാറ്റിയിരിക്കുന്നു. അപ്പോൾ പ്രിയമുള്ള ദൈവമക്കളെ, നാം അമ്മയുടെ ഉദരത്തിൽ ഉരുവായിരിക്കുന്നതിന് മുന്നേ ദൈവം നമ്മളെ കണ്ടിട്ടുള്ളത്, നമ്മെ ഓരോരുത്തരെയും ദൈവം കണ്ടിട്ടുണ്ട്. അത് നാം മറന്നു പോകരുത്. ഇവിടെ യിരെമ്യാവ് താഴോട്ട് നമുക്ക് വായിക്കുമ്പോൾ കാണാൻ സാധിക്കും, യിരെമ്യാവ് ബാലനായിരിക്കുമ്പോൾ തന്നെ ആണ് ദൈവം തിരഞ്ഞെടുക്കുന്നത്. ആ സമയത്ത് പറയുന്നുണ്ട്, ഞാൻ പല എക്സ്ക്യൂസുകൾ പറഞ്ഞ് നമുക്ക് കാണുവാൻ സാധിക്കും. ഞാൻ ബാലനാണ്, എനിക്ക് വചനം പറയാൻ അറിയത്തില്ല, എനിക്ക് അധികം സംസാരിക്കാൻ അറിയത്തില്ല, ഇങ്ങനെ പല എക്സ്ക്യൂസുകൾ ദൈവത്തോട് സമർപ്പിക്കുന്നതായിട്ട് കാണും. എന്നാൽ ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്, നീ നിന്നാൽ മതി, ഞാൻ നിന്നെ ആക്കണ്ടിയെടുത്ത് ആക്കിക്കോളും. ദൈവം വന്നിട്ട് ഒരു വാഗ്ദത്തം കൊടുക്കുകയാണ് യിരെമ്യാവിന്. നമുക്കിവിടെ നമുക്ക് കാണുവാൻ സാധിക്കും, നിർമൂലമാക്കാനും പൊളിപ്പാനും നശിപ്പാനും ഇടിച്ചു കളയുവാനും പണിയുവാനും വേണ്ടി ഞാൻ നിന്നെ ജാതികളുടെ മേലും രാജ്യങ്ങളുടെ മേലും ആക്കി വെച്ചിരിക്കുന്നു. നോക്കിക്കേ, എന്തൊരു വലിയൊരു വാഗ്ദത്വമാണ് ദൈവം ഇവിടെ യിരെമ്യാവിന് കൊടുക്കുന്നത്. നോക്കിക്കേ, ഇതേപോലാണ് നമ്മുടെ ജീവിതത്തിലും. നമ്മുടെ ജീവിതത്തിനൊരു സമർപ്പണം ആവശ്യമാണ്. അതെ, സബ്മിഷൻ ആവശ്യമാണ്. നാം നമ്മളെ തന്നെ സമർപ്പിച്ചു കൊടുക്കുമ്പോൾ, എനിക്ക് കഴിവ് കുറവാ, അല്ലെ എനിക്ക് വചനം വായിക്കാൻ അറിയത്തില്ല, അല്ലെ എനിക്ക് കർത്താവിൻ്റെ പദ്ധതിക്ക് വേണ്ടി ഇറങ്ങണം നിൽക്കണം എന്നൊക്കെ നാം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ കരങ്ങളിലോട്ട് നമ്മളെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കുക. നാം വെറും സീറോ ആയിട്ട് നിൽക്കുമ്പോൾ കർത്താവ് നമ്മളെ ഒരു ഹീറോ ആക്കി മാറ്റും. അതിന് ഈ ദിവസങ്ങളിൽ നമുക്ക് കഴിയണം. നമുക്കറിയാം, നമ്മുടെ നോമ്പ് പിന്നിടുവാൻ 22-ാം ദിവസത്തിലേക്ക് നാം കടന്നിരിക്കുമ്പോൾ വെറും 3 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. എന്നാൽ കർത്താവിന് വേണ്ടിയത് നമ്മുടെ ഒരു പൂർണ്ണമായ സമർപ്പണമുള്ള ഒരു ഹൃദയമാണ് വേണ്ടിയത്. എന്നാൽ നാം ഇന്ന് പലപ്പോഴും ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാറില്ല. നമുക്ക് നമ്മളുടെ അഹന്തയോടുള്ള മനസ്സ്, നമ്മുടെ എഡ്യൂക്കേഷൻ ലെവല്, നമ്മുടെ ജോലിയുടെ ലെവല്, ഇതിനെക്കുറിച്ചൊക്കെയാണ് നമ്മളുടെ ഓട്ടം. എന്നാൽ കർത്താവിന് അതല്ല വേണ്ടിയത്. നമ്മുടെ പൂർണ്ണമായ ഒരു സമർപ്പണമാണ് കർത്താവിന്. എന്നെങ്കിൽ മാത്രമേ കർത്താവ് നമ്മളോട്, യിരെമ്യാവിനോട് പറയുന്നത് പോലെ തന്നെ നമ്മളോടും പറയുക, നീ നിന്നാൽ മതി. നാം എവിടെയായിരുന്നാലും, ഇന്ന് നാം പഠിക്കുന്നിടത്തായിരിക്കാം, ജോലി ചെയ്യുന്നിടത്തായിരിക്കാം, ഓഫീസുകളിൽ എവിടെയായിരുന്നാലും കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ നമുക്ക് കഴിയും. നമുക്ക് 24 hours സുവിശേഷകരായിട്ട് മാത്രമല്ല ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, മറ്റുള്ളവരെ ടേക്ക് കെയർ ചെയ്യാൻ, ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്നവരെ ആശ്വസിപ്പിക്കാൻ, അവർക്ക് ചെന്ന് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അല്ലെങ്കിൽ പല ഒരു ചിലപ്പോൾ ഒരു സാന്ത്വന വാക്കായിരിക്കും നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ ആഗ്രഹിക്കുന്ന ഒരു സാന്ത്വന വാക്ക് കൊടുക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? നാം ഒന്ന് ചിന്തിച്ച് നോക്കി. നമ്മുടെ ഇടവകയിൽ തന്നെ, നമ്മുടെ അയൽപക്കങ്ങളിൽ തന്നെ, നമ്മുടെ ഫ്രണ്ട് ലിസ്റ്റിൽ തന്നെ എത്രയോ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ എത്രയോ മാതാപിതാക്കൾ ഈ ദിവസങ്ങളിലൊക്കെ വേദന അനുഭവിക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ കരം അവിടെ ഒന്ന് ചെല്ലുവാൻ നമുക്ക് കഴിയുമോ? നാം ചിന്തിക്കേണ്ടത് അതിനെക്കുറിച്ചാണ്. എന്നാൽ മാത്രമേ ദൈവിക പദ്ധതി വെളിപ്പെടുകയുള്ളൂ. നമുക്കറിയാം, നമ്മുടെ ബൈബിളിൽ തന്നെ അനേകം എക്സാമ്പിൾസ് നമുക്ക് കാണുവാൻ സാധിക്കും. പഴയ നിയമത്തിൽ മോശ തൻ്റെ അമ്മായിപ്പനായ ഇത്രോയുടെ ആടിനെ മേയ്ക്കാൻ മോറിയ മലയിൽ ചെന്നപ്പോഴാണ് ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടാകുന്നത്. മോശി നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകിയാൽ നിന്റെ കാലിലെ ചെരുപ്പൂരിക്കളയാൻ. അവിടെ വെച്ച് ദൈവം ശബ്ദം കേട്ടു, മോശ തിരിഞ്ഞ് ദൈവത്തിങ്കിലേക്കായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം, ശമൂവേൽ ബാലിനെ കുറിച്ച് നമുക്കറിയാം. ശമൂവേൽ ബാലിനും ഏലി പുരോഹിതൻ്റെ അടുത്ത് ചെന്ന്
ദൈവവചനം അഭ്യസിക്കാൻ വേണ്ടി ചെന്ന സമയത്താണ് ദൈവത്തിൻ്റെ വിളിയുണ്ടാകുന്നത്. ശമൂവേലേ 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 എന്ന് 3 പ്രാവശ്യം വിളിക്കുമ്പോൾ അടിയനിത അടിയനിത എന്ന് പറയാനുള്ളൊരു സമർപ്പണം. ഇതേപോലെയാണ് ദൈവപ്രിയമുള്ള മക്കളെ നമുക്കും വേണ്ടിയത്. അടിയനിത, അടിയൻ ഒന്നുമില്ല എന്ന് സമർപ്പിച്ചു കൊടുക്കുവാൻ, ഒന്നുമില്ല എന്ന പൂർണ്ണമായ ഒരു സമർപ്പണമാണ് നമ്മെക്കുറിച്ച് ദൈവവാക്യം. അതുപോലെ നമുക്കറിയാം, പുതിയ നിയമത്തിൽ നോക്കുമ്പോൾ പൗലോസിനെ കുറിച്ച്, പൗലോസും തൻ്റെ ജീവിതത്തിൽ എല്ലാ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്ന മനുഷ്യനായിരുന്നു. എന്നാൽ പിന്നീട് ദൈവത്തെ അറിഞ്ഞ് ആ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ദൈവത്തിന് വേണ്ടി നിലകൊണ്ട മനുഷ്യനാണ്. അപ്പോൾ നാം ക്രിസ്തുവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ നാം ഒരു പുതിയ സൃഷ്ടിയായി മാറും, അത് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമുക്കും ക്രിസ്തുവിൻ്റെ ഒരു സാക്ഷിയായിട്ട് തീരുവാൻ കഴിയണം. ഈ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ജനിച്ചെങ്കിൽ മാത്രമേ ക്രിസ്മസ് കൊണ്ട് അർത്ഥപൂർണ്ണമാകുകയുള്ളൂ. മറ്റുള്ളവർക്ക് ഒരു പ്രകാശമായി തീരുവാൻ നമുക്ക് ഈ ദിവസങ്ങളിൽ കഴിയണം. അതിന് ദൈവം തമ്പുരാൻ നമ്മേവരെ സഹായിക്കട്ടെ. എല്ലാവർക്കും ക്രിസ്തു യേശുവിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ക്രിസ്മസ് പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ വിരമിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ.